ഉണ്ട്, ലഹരിക്ക് അടയാളം ഉണ്ടാവും. എന്താ ലഹരിയുടെ അടയാളം? ഏറ്റവും പുതിയ അടയാളങ്ങൾ ഞാൻ പറയാം. അടയാളങ്ങൾ ഇങ്ങനെ മാറും, പുതിയ പുതിയ ലഹരി വസ്തു വരുന്നതിനനുസരിച്ച് അടയാളങ്ങൾ ഇങ്ങനെ മാറും. ഏറ്റവും ഉമ്മാരൊക്കെ ഉള്ളതാണല്ലോ, പെണ്ണുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് നോക്കാൻ പറ്റിയൊരു അടയാളം പാൻസ്. പാൻസ് പാൻറ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാൻറ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പാൻറ് കൽസറായി പാൻസ്. പാൻസ് എന്ന് പറയാൻ കാരണം രണ്ട് കാലുള്ളതുകൊണ്ടാണ്. പാൻസ് തിരുമ്പാൻ വേണ്ടി, പാൻറ് എന്ന് പറഞ്ഞാൽ ഒരു കാലാണ്, പാൻസ് എന്ന് പറയുമ്പോഴേ രണ്ട് കാലാവുള്ളൂ, അതുകൊണ്ടാണ്. ഒപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കാലുള്ള കണ്ണടയാണ്, ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോഴാണ് രണ്ട് കാലുള്ള കണ്ണടയാവുക. അപ്പൊ പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിരുന്ന സമയത്തെ പോക്കറ്റ് വാസനിച്ചു നോക്കുക. ചന്ദനത്തിരിയുടെ വാസന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. ഏറ്റവും നോക്കാൻ പറ്റിയ അടയാളാണത്. പാൻസോ അല്ലെങ്കിൽ നീളം കൂടിയ ടൗസറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ ടൗസറിന്റെ പോക്കറ്റ് വാസനിച്ചു നോക്കുക. ചന്ദനത്തിരി പോലെ എന്തോ ഒന്ന് വാസനിക്കുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥം അതിൽ വെച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമായി മനസ്സിലാക്കാം. പിന്നെ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം, നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാണിക്കൽ ലഹരിയുടെ അടയാളാണ്. എല്ലാ സ്വഭാവം തീരെ വർത്താനം പറഞ്ഞിരുന്നില്ല, ഇപ്പൊ പറച്ചിലൊരു പണിയാ. പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയാ. നല്ലോണം വർത്താനം പറഞ്ഞിരുന്നു, ഇപ്പൊ മുണ്ടണന്നില്ല. നല്ലോണം തിന്നീന്ന്, ഇപ്പൊ തിന്നണന്നില്ല. തീരെ തിന്നീന്നില്ല, അപ്പൊ തീറ്റന്നൊരു പണിയാണ്. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന്റെ നേരെ എതിര് കാണിക്കൽ പ്രധാനപ്പെട്ട ഒരു അടയാളാണ്. ശരീരം മെല്ലിച്ചു വരിക, കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക, ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കുക, വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഉമ്മയോടും പെങ്ങന്മാരോടും ദേഷ്യം കാണിക്കുക, അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം, അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം. ഇളയമ്മാന്റെ മകളെ കെട്ടിച്ചോടുത്ത് കിടക്കിടക്ക് പോവുക, അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം, അടുത്ത കുടുംബത്തോട് ദേഷ്യം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിൾ പോലത്തെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസ പെരേന്ന് കളവ് പോവുക. ഒരു 50 റുപ്യ ഇവിടെ വെച്ചെന്ന് കാണാനില്ല, ഒരു 100 റുപ്യ കാണാനില്ല, ചെറിയ ചെറിയ പൈസകൾ കാണാനില്ല. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുക. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക, കാൽഭാഗം മനുഷ്യന്റെ കാല് തടി കുറഞ്ഞു പോവുക, വൃത്തിയാക്കലിനോട് താല്പര്യം കുറയുക, 3 ദിവസം കൂടുമ്പൊക്കെ കുളിക്കുക, മറക്കിരിക്കലൊന്നും തീരല്ല, അത് ഇങ്ങനെ കാട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ ലഹരിയുടെ അടയാളങ്ങളാണ്. തിരിച്ചിട്ട് കാര്യമില്ല, ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഒരടയാളം കണ്ടതുകൊണ്ട് ബേജാറാണ്ട. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരിക, രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളങ്ങൾ കാണുക, എല്ലാവർക്കും അറിയുന്നതും ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ഇടക്കിടക്ക് പറയുന്നത് ശ്രദ്ധയിൽപ്പെടുക, CD, കട്ട, ചാക്ക്, പൊടി, ഇങ്ങനെ സാധനം എല്ലാവർക്കും അറിയാം. ഓനിപ്പോ ചാക്കിന്റെ ഒരു ഉപയോഗം കാണാനില്ലല്ലോ. ഇങ്ങനെ ഉപകാരമില്ലാത്തതും എല്ലാവർക്കും അറിയുന്നതുമായ വസ്തുക്കളുടെ പേര് ഇടയ്ക്കിടെ പറയുന്നതായി ശ്രദ്ധയിൽപ്പെടുക. 3 അടയാളങ്ങൾ കാണുകയാണെങ്കിൽ തീരുമാനിച്ചോളി. അപ്പൊ 1 ലക്ഷണങ്ങൾ നോക്കുക, 2 ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക. എന്താ ശാസ്ത്രീയമായ ചികിത്സ? ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും വില്ലേജുകളിലും ഒക്കെ ആരംഭിക്കുന്ന പുതിയ 2 ഹോസ്പിറ്റൽ ഉണ്ട്. 1 ഡി അഡിക്ഷൻ സെന്റർ, 2 സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി സെന്റർ. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്ക്, ഡി അഡിക്ഷൻ സെന്റർ എല്ലാ അങ്ങാടികളിലും പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികൾക്ക് സംസാരശേഷി കുറവാണ്.
1.5 വയസ്സുള്ള ഒരു കുട്ടി 150 വാക്കുകൾ സംസാരിക്കണമെന്നാണ് കണക്ക്. 1.5 വയസ്സുള്ള ഒരു കുട്ടി 150 വാക്കുകൾ സംസാരിക്കണമെന്നാണ് കണക്ക്. അതില്ലെങ്കിൽ ആ കുട്ടിക്ക് സംസാര വൈകല്യമുണ്ട്. അപ്പോൾ ആ കുട്ടിയെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. ഇതെന്താ വിഷയം എന്നറിയാം നിങ്ങള്? നമ്മൾ സംസാരിക്കണതിന്റെ കാരണം എന്താ? നമ്മൾ സംസാരിക്കണതിന്റെ കാരണം നാവിനൊരു കുഴപ്പമില്ലാത്തോണ്ടല്ല, ചെവിക്കൊരു കുഴപ്പമില്ലാത്തോണ്ടാണ്. നാപ്പട്ടൻ എന്ന് നമ്മൾ പറയല്ലോ, നാവിനല്ല പൊട്ട്, ചെവിക്കണം. സംസാരശേഷി ഇല്ലാത്ത ആളുടെ പ്രശ്നം എവിടെ നടക്കണത്? നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണേ, മനസ്സിലാവുണ്ടോ? സംസാരശേഷി ഇല്ലാത്ത ആളുടെ പ്രശ്നം നാവുമല്ല, എവിടെയാണ്? ചെവിക്കാണ് പ്രശ്നമുള്ളത്. അയാൾ സംസാരിക്കാത്തതിന്റെ കാരണം അയാൾ സംസാരം കേട്ടില്ല എന്നതാണ്. 1.5 വയസ്സായ കുട്ടി 150 വാക്ക് സംസാരിക്കാത്തതിന്റെ കാരണം എന്താ? ഇമ്മി മാപ്പി മൊബൈലുമ കളിച്ചു കുട്ടിനോട് വർത്താനം പറഞ്ഞില്ല എന്നുള്ളതാണ്. മുമ്പ് അങ്ങനല്ല. ഉമ്മാക്ക് ഫോണില്ലാത്തതുകൊണ്ട് കുട്ടിനോട് വെറുതെ ഇങ്ങനെ വർത്താനം പറയും. ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയുന്ന കുറേ ഭാഷകളുണ്ട്. ഞാൻ നാളെ കുറെ തെരഞ്ഞു നോക്കി മാമു എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന്. ഉമ്മാലല്ല കുട്ടിനോട് മാമു ചോദിച്ചോ, കുറെ ഡിക്ഷണറിയിലൊക്കെ തെരഞ്ഞു, അതിന്റെ അർത്ഥം കാണാനില്ല. മാമു എന്ന് കുറെ ആൾക്കാരെ പേരൊക്കെ കണ്ടു, എന്നല്ലാതെ അതിന്റെ ഒരു അർത്ഥമൊന്നും ഞാൻ കണ്ടില്ല. ഉമ്മാക്ക് കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. ചോറ് വെയിച്ചില്ലെങ്കിൽ പോത്താമ്പി വരും എന്ന് പറഞ്ഞു. എന്താ പോത്താമ്പി എന്ന് ഞാൻ കുറെ തെരഞ്ഞു നോക്കി, ഡിക്ഷണറിയൊക്കെ നെറ്റിലൊക്കെ അടിച്ചു നോക്കി, അങ്ങനെ സാധനം കാണാനില്ല. അത് ഉമ്മാക്കും അറിയാം, കുട്ടിക്കും അറിയാം. ഇങ്ങനെ കുറേ സംസാരങ്ങൾ ഉമ്മ കുട്ടിയോട് നിരന്തരമായി നടത്തുന്നതിനാൽ കുട്ടി 1.5 വയസ്സാവുമ്പോഴേക്ക് ഉമ്മാനോട് തിരിച്ച് സംസാരം തുടങ്ങുന്നു. ഇന്ന് കുട്ടിനോട് സംസാരിക്കാൻ ഉമ്മാക്കും നേരമില്ല, ഉമ്മാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബാപ്പാക്കും നേരമില്ല. അതുകൊണ്ട് കുട്ടികളോട് ധാരാളമായി സംസാരിക്കണം. അപ്പോഴൊരു അല്ലെങ്കിൽ പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി കൊണ്ടുപോയിട്ട് ഓലെന്താ ചെയ്യാ? ഓല് ചെയ്യുന്നത് പ്രത്യേകമായ ചില ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ കുട്ടിക്ക് കുറെ ശബ്ദം കേൾപ്പിക്കാണ്, അല്ല ഒന്നുമല്ല. ആ ശബ്ദം ഉമ്മി മാപ്പി ഉണ്ടാക്കി കേൾപ്പിച്ചാൽ മതി, എന്നാ ഒരു കുഴപ്പം പറ്റൂല. അതുകൊണ്ട് ഇപ്പൊ എല്ലായിടത്തും സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ക്ലിനിക്ക് കൊണ്ടുവരേണ്ടി വന്നു. അതേപോലെ എല്ലാ സ്ഥലത്തും വരുന്ന രണ്ടാമത്തെ ഒരു സാധനമാണ് ഇപ്പോ ഏത്? ഡി അഡിക്ഷൻ സെന്റർ. മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെന്ററുകൾക്ക് പറയുന്ന പേരാണ് ഡി അഡിക്ഷൻ സെന്റർ. നെറ്റിലടിച്ചാൽ കിട്ടും. ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ, എന്റെ അടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ എന്നടിച്ചാൽ സെന്ററിന്റെ പേര്, അവിടുത്തെ ഡോക്ടറുടെ പേര്, ഫോൺ നമ്പർ, ലൊക്കേഷൻ മാപ്പ് എല്ലാം കിട്ടും. കൊണ്ടുപോയി ശാസ്ത്രീയമായി ചികിത്സിക്കണം. അഡിക്ഷൻ ഇന്ന് ചികിത്സിച്ചാൽ മാറുന്ന അസുഖമാണ്. മരുന്നുകളുണ്ട്, പൈസ നല്ലോണം ചെലവാക്കും. പാരസിറ്റാമോൾ മേടിക്കാൻ പോകുമ്പോലൊന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല, കായ് നല്ലോണം ചെലവാകും, നല്ല ചെലവാകും. വേറെ രക്ഷമൊന്നുമില്ല, ചെലവാക്കി തന്നെ ചികിത്സിച്ചാൽ മാറും. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് പൈശാചികമായ പ്രവർത്തനമാണ്. അത് ഖുർആൻ നസ്സായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പൈശാചിക പ്രവർത്തനമാണ്. പൈശാചിക പ്രവർത്തനമായതിനാൽ തന്നെ അത് മടങ്ങി വരുന്ന അസുഖമാണ്. എത്ര പൈസ ചെലവാക്കി ചികിത്സിച്ചാലും ഈ സാധനം മടങ്ങി വരും. മടങ്ങി വരാതിരിക്കണമെങ്കിൽ എവിടുന്നാണോ ഈ അടങ്ങേറ് ആദ്യം പിടികൂടിയത് ആ വഴിക്ക് പിന്നെ പറഞ്ഞയക്കാതിരിക്കണം. ഏത് ഹോസ്റ്റലിനാ തുടങ്ങിയത് അവൾക്ക് പിന്നെ വിടരുത്. ഏത് സൂപ്പർ മാർക്കറ്റിനാ തുടങ്ങിയത് അവൾക്ക് പിന്നെ വിടരുത്. ഏത് കുവൈത്തിനാ തുടങ്ങിയത് അങ്ങനെ പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. ആ വഴിക്ക് പോയാൽ മടങ്ങി വരും. അതാണ് ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് മടങ്ങി വരുന്ന അസുഖമാണ്. കള്ളുടിച്ചിരുന്ന ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക, 20 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കള്ളുകാപ്പ് കാണുമ്പോ ഓനൊന്ന് കുടിച്ചു നോക്കാൻ പൂതി ഉണ്ടാവും. അങ്ങനെയാണ് ആ സാധനത്തിന്റെ സംഭവം. അത് ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ്. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പോയി.
അപ്പൊ നേരം വെക്കിയതുകൊണ്ട് മേലേക്ക് കയറാൻ സ്ഥലമില്ലാത്തോണ്ട് താഴത്തിരുന്നു. ഇനിയിപ്പോ ഏതായാലും താഴത്തിരുന്നതല്ലേ എന്ന് കരുതിയിട്ട് ദ്വാരന്നിട്ട് പോകാൻ തീരുമാനിച്ചു. ദ്വാരന്ന് കഴിഞ്ഞപ്പോ കുറെ പരിചയമുള്ള ആൾക്കാരെ കണ്ടു. അപ്പൊ എല്ലാരോടും സലാം പറഞ്ഞുകൊണ്ട് ആക്കത്തിന് പോയി. അപ്പൊ വാപ്പ വിചാരിച്ചു, ചെറുക്കൻ നന്നായിട്ടോ ഈ വെള്ളിയാഴ്ച താഴത്താ ഇരുന്നത്, ദ്വയൊക്കെ കഴിഞ്ഞിട്ടാൻ തീരുമാനിക്കണ്ട, ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശം കിട്ടുള്ളൂ. അതേ സമയത്ത് ഒരിക്കൽ പൂരത്തിന് പോയാൽ ആ ഡേറ്റ് ഓർമ്മ വെച്ച് പോയിക്കോളൂ, ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ് ലഭിക്കുക. മദ്യപാനം ഇതുപോലെയാണ്, ശൈത്താനിയായ വിഷയമാണ്, പെട്ടെന്ന് രസം കിട്ടും. അതുകൊണ്ട് എവിടെ നിന്നാണ് തുടങ്ങിയത് ആ സ്ഥലത്തേക്ക് മടങ്ങിയാൽ ആവർത്തിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആ വഴിയിലേക്ക് പറഞ്ഞേക്കാതിരിക്കണം. ഈ 3 കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ലഹരിയിൽ നിന്ന് നമ്മുടെ മക്കളെ, ഞാനീ പറഞ്ഞത് ഇന്നോടും നിങ്ങളോടും കേട്ടോ, നമ്മളെ മക്കളെ മോചിപ്പിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നോർക്കണം. ലഹരിക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലേ, ഇപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് കൊണ്ട് ഒരു പരിധി വരെ ശരിയാകുമായിരുന്നു. ഇന്ന് അപൂർവം ചില ലഹരികൾ കൗൺസിലിംഗ് കൊണ്ട് ശരിയാവും. അതേസമയത്ത് ഭൂരിഭാഗവും മെഡിക്കേഷൻ വേണ്ടി വരും. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് മെഡിറ്റേഷൻ അല്ല, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ കഴിച്ചിരുന്ന ലഹരി ഏതാണോ അതിനെ ചെറിയ ഡോസിൽ കൊടുത്ത് കുറച്ച് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നതാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പൈസ കൂടുതൽ ചെലവ് വരാണ്ടായ കാരണം. അപ്പോ ഇന്ന് ഭൂരിഭാഗവും കൗൺസിലിംഗ് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല, മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മിക്കവാറും. അതുകൊണ്ട് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് തന്നെ ചികിത്സിക്കലാണ് ഏറ്റവും സുരക്ഷിതം. പിന്നെ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ അഭിമാനമൊന്നും നോക്കരുത്. അങ്ങനെയാണ് ഉണ്ടാകുക. എന്ത് അതിപ്പോ എല്ലാവരും അറിയില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും അറിയും കൊണ്ടുപോയില്ലെങ്കിൽ. അപ്പൊ ആദ്യം തന്നെ കൊണ്ടുപോകലാണ് ഏറ്റവും നല്ലത്. നല്ലവർക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് ഭേദമാക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള അതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ട ക്ലിനിക്കുകൾ കൊണ്ടുപോയി ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ചികിത്സിക്കലാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്. ആ വിഷയത്തിൽ കൗൺസിലിങ്ങിന് ഒരുപാട് പരിമിതികളുണ്ട്. തുടക്കമൊക്കെയാണ്, ഒരു ചെറിയ സാമ്പിളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ചിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ മെഡിക്കേഷന്റെ കൂടെ ഏതായാലും കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ, മരുന്ന് മാത്രമല്ല അതിന്റെ കൂടെ കൗൺസിലിംഗ് ഉണ്ടാവും. അപ്പൊ മെഡിക്കേഷൻ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ആണ്, കൗൺസിലിങ്ങും ഒപ്പം മരുന്നും കൊടുത്തുകൊണ്ടുള്ള ചികിത്സയാണ്. അതിന് മാത്രമാണ് ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങളെ മയക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുക. കൂടുതൽ രൂക്ഷമായ ലഹരി പദാർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ഉള്ളതാണ് ഇന്ന് വരുന്നത്, ഇന്ന് വന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ഉള്ളതാണ് നാളെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് മെഡിക്കേഷൻ, പിന്നെ അതിൽ ആ വിഷയത്തിലെ അപ്ഡേഷനുകൾ എപ്പോഴും ഔദ്യോഗിക ക്ലിനിക്കുകളിലാണ് ലഭ്യമാകുക. അതുകൊണ്ട് ആ സംവിധാനം തന്നെ ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ലത്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം, 3 കാര്യങ്ങൾ പറയണം. ഒന്ന്, ഈമാൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിന് മുത്തുനബിനെ പരിചയപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ലഹരിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നതാണ്. മൂന്നാമത്തേത്, ഏതൊരു സമൂഹത്തിന്റെയും സമ്പത്തിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനം ശീലമാക്കണം എന്നതാണ് നിയമം. ഏത് സമൂഹമാണെങ്കിലും, പ്രത്യേകിച്ച് മുസ്ലിം മുഅ്മിനുമായ ഒരാൾക്ക് ഹലാലും ത്വയ്യിബുമായ മാർഗത്തിലൂടെ പണമുണ്ടാവണമെങ്കിൽ അവന്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ ധർമ്മിഷ്ഠനായി കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം എന്നതാണ് നിയമം. എവിടെണ്ട്? മൂസാ നബിയും ഖിളിർ നബി അലൈഹി ഇസ്ലാമും യാത്ര ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിളിർ നബി അലൈഹി ഇസ്ലാമും യാത്ര ചെയ്തു. അങ്ങനെ 3 സംഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, ഒരു കപ്പൽ കൊത്തിപ്പൊളിച്ചത്. 2, ഒരു കുട്ടിന്റെ തല പിടിച്ചു കണ്ട് പിരിച്ചത്. മൂന്നാമത്തേത്, ഒരു മതില് നന്നാക്കി കൊടുത്തത്. മതില് നന്നാക്കി കൊടുത്തപ്പോ മൂസാ നബിക്ക് ദേഷ്യം വന്നു. എന്തിനാപ്പോ വേണ്ടാത്ത പണിക്കുന്നതെന്ന് ചോദിക്കാനൊരു കാരണമുണ്ട്. ഈ നാട്ടുകാര് മൂസാ നബിക്കും ഖിളിർ നബിക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, തീരെ ഭക്ഷണം കൊടുത്തില്ല. അതുകൊണ്ടുള്ളൊരു ദേഷ്യമുണ്ട്. വെള്ളം ചോദിച്ചു, അതും കൊടുത്തില്ല. ഓല മതിലാണ് നേരാക്കണത്. അപ്പൊ മൂസാ നബി ചോദിച്ചു, എന്തിനാ ആവശ്യമില്ലാതെ പണിക്കുന്നത്? വല്ല കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് കരാറൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തേലും പൈസ കിട്ടൂലേ ചോദിച്ചു. അതിന്റെ വക കേട്ടോ, അങ്ങനൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. ഒരു സംഗതി പറയുമ്പോ അതിന്റെ ഒരു കോലത്ത് പറഞ്ഞല്ലോ എന്ന് എഴുതിയാണ്ട് പറഞ്ഞതാണ്. ഇനി പൈസ കിട്ടൂലേ എന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞാണ്ട് ഒപ്പം വരാൻ നിൽക്കണ്ട.
അപ്പൊ ഖിദർ നബി പറഞ്ഞു, അത് ഞാൻ ആ മതില് നേരാക്കി എന്താന്നറിയ നിങ്ങൾക്ക്, അത് അങ്ങാടിയിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുടെ മതിലാ. ഗുലാമേനി യതീമേനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ, അതിന്റെ താഴെ അവർക്കുള്ള കുറച്ച് പണം ഇരിക്കുന്നുണ്ട്. വകാന അബൂഹുമാ സാലിഹാ, ഒരു ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് പരാമർശിച്ചത്. ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ അതിന്റെ ഗുണം 7 തലമുറയ്ക്ക് ഏറ്റവും ചുരുങ്ങിയതുണ്ടാകും എന്ന്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്ത ആൾ ഉസ്മാൻ റളിയല്ലാഹുവിനാണ്. മദീനത്തെ പള്ളി ഇന്ന് നിൽക്കുന്ന സ്ഥലമൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെയാണ്. ഇന്ന് വികസിപ്പിക്കുന്ന സ്ഥലം ഉസ്മാൻ റളിയല്ലാഹുവിനെ വഖഫാക്കിയതാണ്. മദീനത്തെ പ്രധാനപ്പെട്ട വഖഫുകളൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെയാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി തങ്ങൾ വഅദ് പറഞ്ഞു, സഹാബ എല്ലാവരും കാര്യമായിട്ട് സംഭാവന ചെയ്യണം. ഉസ്മാൻ റളിയല്ലാഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എന്റെ വകണ്ട് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഇരുന്നു. നബി തങ്ങൾ വീണ്ടും വഅദ് പറഞ്ഞു, സഹാബ യുദ്ധഫണ്ടിലേക്ക് എല്ലാവരും കാര്യമായി സഹായിക്കണം. ഉസ്മാൻ റളിയല്ലാഹു രണ്ടാമോ നീച്ചിട്ട് പറഞ്ഞു, നബിയെ 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും വീണ്ടും എന്റെ വക തരാർ. എന്നാൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോ എവിടുന്ന് ഇക്കാരപ്പോ ഉസ്മാൻ റളിയല്ലാഹു ഇത്രത്തോനെ പൈസ? മൂപ്പര വാപ്പാക്ക് പുതിയ ഹൈവേന്റെ വക്കത്ത് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ റോഡ് വികസനത്തിന് സ്ഥലം കൊടുത്തപ്പോഴേ 4 ആയിട്ടിട്ടുണ്ടാവും എന്നല്ല. ഉസ്മാൻ റളിയല്ലാഹുവിനെ അൻസാരി അല്ല, മുഹാജിറൻ. ഉസ്മാൻ റളിയല്ലാഹുവിനെ മദീനക്കാരനല്ല, മക്കത്തുനിന്ന് ഊരമ്മ കാല് മാത്രം വെച്ചിങ്ങാണ്ട് കയ്യ് വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്ന മുഹാജിറാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തുകൊണ്ട് കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായി? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആൾ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് കാരണം. ഇത് പറയാൻ എന്താ കാരണം വെച്ചാല് കഴിഞ്ഞ വർഷത്തെ സഹചാരി റിലീഫിലേക്ക് നമ്മളെ മഹലിൽ നിന്ന് 75,000 രൂപ കൊടുത്തു എന്ന് സംഘാടകർ പറഞ്ഞു. ഈ റമദാനിലും ആയത്തെ വെള്ളിയാഴ്ചല്ലേ വരിക? ആയത്തെ വെള്ളിയാഴ്ച സഹചാരിയുടെ പിരിവുണ്ട്. കഴിഞ്ഞ കൊല്ലം 75 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം 1 കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചാൽ, മക്കളെ 2 കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന്, അത് മക്കളെ പഠിപ്പിക്കൽ കൂടി ആവണം. 2, മരിച്ചോരെ പേരിൽ നിയ്യത്താക്കണം. മക്കളെ പഠിപ്പിക്കാറിനാലേ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. ഡൈനിങ് ഹാളിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാ. അതിലൊറ്റ പൈസ ഇല്ല. അതിൽ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ എവിടെ വന്നാ? മനസ്സിലെടുത്ത് ഒറ്റ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണു. വാപ്പോളില്ല എന്ന് പോയി പറഞ്ഞോളാ. അങ്ങനെ ഓൻ പറഞ്ഞു വാപ്പോളില്ല പറഞ്ഞു. അയാളങ്ങനെയാണ് പോവുകയും ചെയ്തു. റമദാൻ മാസത്തില് ഉച്ചക്ക് ഇങ്ങനെ അന്തം വിട്ടുകാണ്ട് ഇങ്ങനെ ഡൈനിങ് ഹാളിൽ ഇരുന്നപ്പോ ഒരാള് ബെല്ലടിച്ചു. ചെന്ന് നോക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ആളാ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വല്യമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസന്ന് ഒരു 5 കോട്ടൺ ഉറുപ്പിക എടുത്തിട്ട് മൂത്ത മോന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാന്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും ഈ റമദാൻ മാസത്തില് നട്ടുച്ച സമയത്ത് നമ്മളിരുന്ന് എന്തേലും കിട്ടുമെന്ന് കരുതി വന്നതല്ല അയാള്. വെറും കയ്യോടെ മടക്കണത് ശരിയല്ല, വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തളാന്ന് പറഞ്ഞങ്ങാണ്ട് മകന്റെ അടുത്ത് കൊടുത്താൽ അവന് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. അപ്പൊ കൊടുക്കല് വേറെ കാര്യം, കൊടുക്കുന്നത് മക്കളെ പഠിപ്പിക്കൂടി വേണം. തലമുറകൾക്ക് അത് കൈമാറി വരണം. ദാനശീലം ഇതാണ് കൊടുക്കുമ്പോഴുള്ള ഒരു കാര്യം. രണ്ടാമത് കൊടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മരിച്ചവരെ പേരിൽ നിയ്യത്താക്കി കൊടുത്താല് നെയ്യപ്പം തിന്നമാതിരി 2 കാര്യമുണ്ട്. ഒന്ന്, ഞമ്മക്ക് കൂലി കിട്ടും ചെയ്യും. 2, ഞമ്മക്ക് ഒന്നും കുറയാതെ മിസില് സവാബ് മരിച്ചവർക്ക് അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. ഉമ്മാന്റെ പേരിലോ ആപ്പാന്റെ പേരിലോ കൊടുക്കുമ്പോ ഞമ്മക്കൊന്നും കുറയില്ല, എന്നാൽ അതേപോലത്തെ ഒരു സവാബ് ഉമ്മാക്കും ആപ്പാക്കും അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും 2 കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വേണം കൊടുക്കാൻ. അപ്പൊ റമദാന്റെ ആദ്യത്തിൽ സഹചാരിയുടെ പിരിവുണ്ടാവും. എല്ലാവരും അതിലേക്ക് കാര്യമായി സഹായിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ പറയാണ്. കുടുംബജീവിതം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം പഠിക്കണം. അതിൽ ഖദീജ ബീവിയുമൊത്തുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം
നബി തങ്ങൾ ഇടക്കിടക്ക് ഖദീജാബീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ആയിഷാബി ഒരിക്കൽ ചോദിച്ചു, അജൂസുൻ കഥാവ കഥാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഖദീജ എന്ന് പറഞ്ഞത് ഒരു തള്ളല്ലേ? വഖദ അബ്ദലക അല്ലാഹു ഖൈറൻ മിന്ന, ഖദീജയേക്കാൾ ഖൈറായ സ്ത്രീകൾ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിന്ന, ഖദീജയേക്കാൾ ഖൈറായ സ്ത്രീ അള്ളാഹു എനിക്ക് പകരമായി തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, ആമനത്ത് ബിഹീന കഫറന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഖദീജ എന്നെ വിശ്വസിച്ചു. 2, അശ്റഖത്നി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, ജനങ്ങൾ എന്നെ ഫക്കീർ, മിസ്കീന്, പൈസ ഇല്ലാത്തോന്, യതീമ് എന്നൊക്കെ പറഞ്ഞപ്പോ ഖദീജ അവരുടെ സമ്പത്തിൽ എന്നെ പങ്കുചേർത്തു. 3, വലദത്തിനി ഇബ്നഹ, ഖദീജ എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നു. അതുകൊണ്ട് 3 കാര്യങ്ങൾ അവളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഖദീജയേക്കാൾ ഖൈറായ ഒരു സ്ത്രീ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം പഠിക്കാവുന്ന ഏറ്റവും സുന്ദരമായ അധ്യായമാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യമായി വഹിയിറങ്ങിയ സ്ഥലം ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സെലക്ഷനാണ് ആ സ്ഥലം. ഖദീജ ബിയാണ് ആ സ്ഥലം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇണയും തുണയുമായി ജീവിക്കാൻ വേണ്ടി പറ്റുക. ഞാൻ പറഞ്ഞൊരു ആശയത്തിലേക്ക് മടങ്ങുന്നു. ഒരിക്കലും ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് പറയുന്നത് ദുനിയാവിലേക്ക് മാത്രമുള്ളതല്ല, അത് സ്വർഗത്തിലേക്കുള്ളതാണ്. ഒറിജിനൽ കുടുംബജീവിതം എന്നത് സ്വർഗീയ ലോകത്താണ്. സ്വർഗീയ ലോകത്തേക്കുള്ള ഒരുക്കമാണ് ദുനിയാവിലെ കുടുംബജീവിതം. അതിനെ ഇബാദത്തായി കാണാൻ വേണ്ടി കഴിയണം. അതാണ് ഇപ്പൊ അനൗൺസ്മെന്റിന്റെ കോലം. സംഗതി എന്താന്ന് മനസ്സിലായില്ല, ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായിക്കോളി. എന്തായാലും ആട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട ആൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, അവരുടെ ബന്ധുക്കൾക്ക് സബർ നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ഞാൻ പറയുന്നത്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം പഠിച്ച് ആ കുടുംബജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവന്നിട്ട് അങ്ങനെ ശരിയാക്കണം. സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഞാൻ ഒപ്പിട്ടിട്ട് കാര്യമില്ല, ഇന്റെ ഭാര്യ അതിൽ ഒപ്പിടണം. ഭാര്യന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ 37 ഒപ്പിട്ടിട്ടും കാര്യമില്ല, ഞാൻ ഒപ്പിടണം. ഖിയാറുക്കും ലി അഹ്ലിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആള് സ്വന്തം കുടുംബത്തിന് ഏറ്റവും ഖൈറായ ആളാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാഫിയ ഇൽമ് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.